നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ കാറ് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കാർ അവിടെ നിർത്തി. പിന്നീട് കുറെ സമയം കാറിനകത്തിരുന്ന് ആലോചിച്ചു. അതിനുശേഷം കാറിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇങ്ങനെ കാറെ ചാരി നിന്ന് ആലോചിക്കുകയാണ്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ബാലേന്ദ്രന്റെ മനസ്സിൽ അലീനയുടെ വാക്കുകളാണ്. അലീന രേവതിക്കുട്ടിയോട് ഫോണിൽ കൂടെ പറയണേ, എൻ്റെ സ്വന്തം ചോരല്ലേ രോഹിത്ത്, ഞാൻ അവനെ എങ്ങനെ ഒറ്റ കൊടുക്കുന്നേ? അതെൻ്റെ അമ്മയ്ക്ക് വിഷമാവൂലേ? അപ്പോൾ വൈജയന്തി അലീനയുടെ അമ്മയാണ്. ആ സത്യം ബാലേന്ദ്രനോട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത്രയും കാലം തൻ്റെ കൂടെ കഴിഞ്ഞവളെ, ഇത്രയും വർഷമായിട്ടും തനിക്ക് അവളെക്കുറിച്ച് ഇങ്ങനൊരു സംശയമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാദ്യമായിട്ട് ബാലേന്ദ്രൻ ആ സത്യം തിരിച്ചറിയുന്നേ. വൈജയുടെ മോളാണ് അലീന എന്നുള്ളത് അതറിഞ്ഞു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഒരു വേദനയായിരുന്നു ബാലേന്ദ്രൻ്റെ ഉള്ളിൽ. എങ്കിലും ഇത്ര ഒരു വലിയൊരു വൈദ്യൻ്റെ ഒരിക്കലും ബാലേന്ദ്രൻ പ്രതീക്ഷ കാര്യമായിരുന്നില്ല. എന്നിട്ട് അവൾ തൻ്റെ മുന്നിൽ അതിവിദഗ്ധമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്തപ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആരുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ബാലേന്ദ്രന് കുഴപ്പമില്ലായിരുന്നു. ബാലേന്ദ്രൻ കണ്ണൊക്കെ ഒപ്പി അവിടെ ഇങ്ങനെ കുറേ സമയം കൂടെ ആ കാറെ ചാരി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് കൃഷ്ണമോള് കുളിക്കാൻ കയറിയിരിക്കുമായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അലീനിച്ചു, നീ ആള് കൊള്ളാലോ, മേല് കഴുകാനാന്നും പറഞ്ഞ് കയറിയിട്ട് മൊത്തം കുളിച്ചിട്ട് വന്നോ? അത് പിന്നെ അലീന ചേച്ചി, അതെ വെള്ളം മാറി കുളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പനി പിടിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തല കഴുകണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ല. അല്ല അലീന ചേച്ചിക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, എന്നാലും മസാല ദോശ മതി. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് മതി. പിന്നീട് അവൾ വിളിച്ചിട്ട് അപ്പം തന്നെ കൃഷ്ണമോൾ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കണം, 2 മസാല ദോശ, റൂം നമ്പർ 117 എന്ന് പറയണം. അങ്ങനെ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തല തോർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, അതെ ആ ടവല് നനഞ്ഞ ടവലേ, അതൊന്ന് എനിക്ക് തരുമോ? എൻ്റെ കൈയൊക്കെ നല്ല ചൂടെടുക്കുന്നുണ്ട്, ഒന്ന് തുടയ്ക്കാനാ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ വന്നിട്ട് അലീനയുടെ കൈയൊക്കെ തുടയ്ക്കുക. കൈ മാത്രമല്ല മുഖമൊക്കെ തുടച്ചു കൊടുത്തു. അലീനയ്ക്ക് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അലീന പറഞ്ഞു, അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തുടച്ചാളാം, വേണ്ട. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് കൃഷ്ണമോൾക്ക്. പിന്നല്ലാതെ എനിക്ക് എൻ്റെ ചേച്ചിക്കുട്ടി അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അപ്പോഴേക്കും കൃഷ്ണമോളുടെ കയ്യിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുക. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി വിളിക്കുന്നത്. ഇതേ അമ്മയെ വിളിക്കണേന്ന് പറയാം. വൈജയന്തി ചോദിച്ചു, അല്ല നീ ഇതെവിടെയാ കൃഷ്ണേ? ഞാനെവിടെയാ? ഞാൻ അലീന ചേച്ചിയുടെ അടുത്ത്. 2 ദിവസമല്ലോ നീ വീട്ടിൽ നിന്ന് പോയിട്ട്, എന്നിട്ടെന്താ നിനക്ക് വീട്ടിലേക്കൊന്നും വരാൻ തോന്നില്ലേ? അല്ല അത് ഞാനിവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പമിരിക്കണേ? അല്ല നീ ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയത്? ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു. അച്ഛനോട് ചോദിച്ചാൽ മതിയോ? നിന്റെ പെറ്റ തള്ളയോട് ചോദിക്കണ്ടേ നിനക്ക്? അതിന് ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോൾ അമ്മയോടും എല്ലാവരും കൂടെ പറഞ്ഞ് കൊട്ടി ഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, നീ എന്നാലും ആള് കൊള്ളാലോ. അച്ഛനോട് മാത്രം പറഞ്ഞിട്ട് അവള് പോയിരിക്കുന്നു. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പം സമയം എത്രയായി? 8:30 മണിയായില്ലേ? 8:30 മണിയായി കഴിഞ്ഞപ്പോഴാണോ അമ്മയ്ക്ക് അമ്മയുടെ മോളെക്കുറിച്ചുള്ള ഓർമ്മ വന്നേ? എന്താടി നീ പറഞ്ഞേ? അല്ല വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മോള് 8:30 മണിയായിട്ട് വീട്ടിൽ കാണാതിരുന്നപ്പോഴാണ് അമ്മ അന്വേഷിക്കുന്നേ, മോള് വന്നിട്ടില്ലോന്ന്. അപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നേ? അത് കേട്ടിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇതേ നീ കൂടുതൽ കളിക്കരുത് കേട്ടോ. അതാ എനിക്കും പറയാനുള്ളത്. അമ്മയ്ക്കേ ഇത് വേറെ പ്രശ്നമോ? ഞാനിവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കുശുമ്പ അമ്മയ്ക്ക്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിന് മരുന്നൊന്നുമില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് എങ്ങോട്ടേക്ക് വന്നേ, അമ്മ ഫോൺ വെച്ചിട്ട് പോയിക്കേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോളം കൊണ്ട് കട്ട് ചെയ്തു. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. കൃഷ്ണമോള് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കണേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ വിഷമമായ കൃഷ്ണമോൾക്ക്. എന്തിന്? ഈ അപഗണന ഏറ്റവും വലിയ വിഷമം മോളെ. ഇത് കേട്ടോ കൃഷ്ണമോൾ ചോദിച്ചു, അതെന്താ അലീന ചേച്ചി അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ എന്ന് മാത്രം അലീന പറഞ്ഞു. അതിൽ കൂടുതലൊന്നും അലീന പറയാൻ പോയില്ല. അലീനയ്ക്ക് അറിയാം അലീനയുടെ ഉള്ളിലെ വിഷമം എന്താന്ന്. താൻ ഇത്ര വയ്യാതെ കിടന്നിട്ട് തന്നെ ഒന്ന് കാണാൻ പോലും വൈജയന്തി വന്നില്ലല്ലോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി. കൃഷ്ണമോള് പതിപോലെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അപ്പോഴേക്കും അലീന ചോദിച്ചു, നിനക്ക് ആഹാരം കഴിക്കണ്ടേ? അതൊക്കെ ഞാൻ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം, എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ പോയിക്കോളാം. അല്ല തനിച്ചു പോവാനായിട്ട്? അതിനെന്താ കുഴപ്പം? അല്ല തനിച്ചു പോകുമ്പോൾ നിനക്ക് പേടിയാവില്ലേ? എന്തിനാ പേടിക്കുന്നത്? അല്ല ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കൂലേ? തുറച്ചു നോക്കുന്ന ആൾക്കാരെ ഞാൻ തിരിച്ചങ്ങോട്ട് നന്നായിട്ടും തുറച്ചു നോക്കും, പിന്നെ അവരിങ്ങോട്ട് നോക്കത്തില്ല. എൻ്റെ അലീന ചേച്ചി ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല ഇന്ന് അലീന ചേച്ചിയെ ഡിസ്ചാർജ് ആവുമോ? അറിയില്ല, ഡോക്ടർ വന്നാലേ അറിയുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് വരാം അച്ഛനോട് പറഞ്ഞിട്ട്. അല്ല അത് മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? 2 ദിവസമായില്ലേ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങുവാണ്. പിന്നീടാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് അലീനയെ പരിശോധിക്കുകയാണ്. വേദനയുണ്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അലീന പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാം, പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി.
ശരി ഡോക്ടർ എന്ന് പറയണം. അങ്ങനെ ഡോക്ടർ പരിശോധനയും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞു? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് ചോദിച്ചു, ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല സാറ്, ഇപ്പം വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആ വലിയ വേദനകളും എല്ലാം കൂടെ മാറിയെന്ന് പറയണം. പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല കൃഷ്ണമോൾ എപ്പോഴാണ് പോയത്? കുറച്ച് സമയമുള്ളൂ, ഒരു അരമണിക്കൂറായിട്ടുള്ളൂ പോയിട്ട്. പിന്നീട് ബാലേന്ദ്രൻ ആ കസലിലേക്കും കൂടി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, വലിയൊരു പരീക്ഷണം കഴിഞ്ഞു, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു പരീക്ഷണമായിരിക്കും. ഇത് കേട്ടതും അലീന ഒരു ഞെട്ടലോടുകൂടി ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു, നീ പോലീസിൽ കൊടുത്ത മൊഴി ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അറിയത്തില്ല. ഞാനും പിന്നെ പല കാര്യങ്ങളും വിശ്വസിച്ച് വരുന്നുള്ളൂ, പലതും മനസ്സിലാക്കി വരുന്നുള്ളൂ, ഇതിൻ്റെ പിന്നിലെ സത്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് കേട്ടപ്പം അലീനയ്ക്കൊരു ഞെട്ടലുണ്ടായി. എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ തനിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് സാറങ്ങാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതുകൊണ്ടാണോ ഇങ്ങനെ പറയണേ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുവാണ്. അലീനയുടെ മുഖത്തെ ടെൻഷൻ കണ്ടിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ നീ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നീട് അലീന പറഞ്ഞു, അത് പിന്നെ മാഡം ഇതുവരെയായിട്ടും ഹോസ്പിറ്റലിൽ വന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ കണ്ട് കരുതിയിരുന്നായിരുന്നു ആ വീട്ടിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിന്റെ സ്വന്തം വീട് പോലെ തന്നെയല്ലേ? അതെ, അതവൾക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും. നീ സ്വന്തം വീട് പോലെ തന്നെയാണ് കരുതിയെന്ന്. എനിക്കും മനസ്സിലായിട്ടില്ല, പല കാര്യങ്ങളും എനിക്കും മനസ്സിലായിട്ടില്ല. ഞാനും പലതും മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇത് കേട്ടതും അലീന ഒരു വിഭ്രാന്തിയോടുകൂടി ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഫോണിലേക്ക് ഒരു കോഡ് വന്നു. അത് ഞാൻ ഹോസ്പിറ്റലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും താഴെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു കാറ് വന്നിരുന്നു. കാറിനകത്തുനിന്ന് രേവതിക്കുട്ടി ചാടി ഇറങ്ങുവാണ്. പിന്നീട് മാമച്ചനും ഗ്രേസമ്മയും അവർ റിസപ്ഷനിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ കുത്തുകൊണ്ടൊരു പെൺകുട്ടി ഉണ്ടല്ലോ അലീന, അവൾ ഏത് റൂമാണെന്ന് ചോദിക്കുകയാണ്. റൂം നമ്പർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി കയറി ഓടുകയാണ്. പിന്നീട് രേവതിക്കുട്ടി നേരെ അലീനയുടെ അടുത്തേക്ക് ഓടി വന്നു. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി, മോളോ? പിന്നീട് രേവതിക്കുട്ടി വന്ന് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നാലും അലീന ചേച്ചി ഇങ്ങനെ കാണേണ്ട വന്നല്ലോ, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ. കണ്ടില്ലേ ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്നാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലായിരുന്നോ അങ്ങോട്ടേക്ക് പോവണ്ടാന്ന്? അവൻ ആള് ശരിയല്ലെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. ചേച്ചി പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട, മിണ്ടല്ലെന്ന് പറയണം. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ഗ്രേസമ്മ പറഞ്ഞു, മോളെ നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. എങ്ങനെ ഓടിച്ചാടും നടന്ന കുട്ടിയാ, അവിടെ വന്നപ്പോൾ നല്ല എന്തൊരു ഊർജ്ജസ്വലതയായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഇത് നിങ്ങൾ രണ്ടുപേരും ഇരിക്കാൻ പറയാണ്. അങ്ങനെ അവരിരുന്നു. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് വേദനയൊക്കെ? കുഴപ്പമില്ലെങ്കിലേ, എനിക്ക് വേദനകളും വിഷമങ്ങളും ഒന്നും ഇല്ല, ഇപ്പം നല്ല കുറവുണ്ട്. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആകുമായിരിക്കും. ആ സമയത്ത് ഗ്രേസം പറഞ്ഞ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, വലിയ മുറിവുകളൊക്കെ അല്ലേ ഉള്ളതല്ലേ. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, എവിടെ ചേച്ചി മുറിവ്? വയറിൻ്റെ ഏത് ഭാഗത്താ? ഈ സൈഡിലാണെന്നും പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് സൈഡ് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ബാൻഡേജൊക്കെ ഉണ്ടല്ലേ? അല്ല, എനിക്ക് ആ മുറിവൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് പോടിയായിരുന്നു, മുറിവ് കാണാൻ അവൾ വന്നിരിക്കുന്നു. ഇത് കേട്ടതും രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ തോളിലേക്ക് അങ്ങോട്ട് ചാഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, പിന്നെ കുഞ്ഞു കൊച്ചു പോയിരുന്ന് കരയുന്ന കണ്ടോ, കണ്ണൊക്കെ നിറഞ്ഞ് എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് വന്ന പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, അതെ എൻ്റെ അമ്മ തന്നെയത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ലെങ്കിൽ ഇവളെ കുഞ്ഞിതിലെ എനിക്ക് കിട്ടിയതാ, ഇത്തിരി ഉള്ളപ്പോൾ കിട്ടിയതാ. അന്ന് മുതൽ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ശരിക്കും ഇവൾക്കൊരു അമ്മയെ പോലെ തന്നെയായിരുന്നു. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ വരെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഇന്ന് നമ്മൾ പോകുന്നില്ല കേട്ടോ. ആ സമയം അലീന പറഞ്ഞു, നീ എന്തൊക്കെയാണ് രേവതിക്കുട്ടി പറയണേ? അതെ, അലീന ചേച്ചിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാനാ ഇന്ന് നിൽക്കുന്നത്, ഇന്ന് നമുക്ക് പോവണ്ട. ഇത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ. അലീന പറഞ്ഞു, നീ അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അങ്കിളിനെ ആൻറ്റിയെ, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്. ഈ സമയം രേവതിക്കുട്ടി പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും പാലായിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്താൽ മതി, നിങ്ങൾ സ്റ്റേ ചെയ്തു, ഞാനിവിടെ നിന്നോളാം, നമുക്ക് നാളെ ഒരുമിച്ച് പോവാം. ശരിയെന്ന് പറയാണ്. പിന്നീട് ഇത്തിരി സംസാരിച്ചതിന് ശേഷം അവർ താഴേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. റൂമൊക്കെ എടുക്കണമല്ലോ, അതിനുശേഷം വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പോയി കാർ തിരിച്ചു വരുമ്പോഴത്തേനും രേവതിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ? അത് പിന്നെ എൻ്റെ ബാഗുണ്ട് എടി, അത് ഞങ്ങൾ വരുമ്പോൾ എടുത്തോണ്ട് വരാം. ഞങ്ങൾ എന്താണെങ്കിലും ബാഗെല്ലാം കൊണ്ടുപോയി വെച്ച് റൂം എടുത്തിട്ട് ഇങ്ങോട്ട് തിരികെ വരും, അത് കുഴപ്പമില്ല, ഇപ്പം തന്നേരെ എന്ന് പറയണം. അങ്ങനെ ബാഗൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ അലീന ചേച്ചിക്ക് ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരണം. പിന്നെ നീ പറഞ്ഞില്ലേ ഒന്നും മേടിച്ചോണ്ട് വരത്തില്ല, ഒന്ന് പോടി കള്ളി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്
അവരങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് രേവതിക്കുട്ടി നേരെ തിരികെ വരുവാണ്. അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ലിനി ചേച്ചി, ഞാനിവിടെ എത്തിയ കാര്യം അവരോട് വിളിച്ചു പറയണ്ടേ? വൈകുന്നേരം ഞാനിവിടെ നിൽക്കാന്നുള്ള കാര്യം. ഒരു കാര്യം ചെയ്യാം, ബാലേന്ന് സാറിൻ്റെ നമ്പർ ഉണ്ടോ? ഉണ്ട്, അതെനിക്ക് ബൈഹാർട്ടായിട്ട് അറിയാം. എങ്കിൽ പറ, എൻ്റെ ഫോണിനകത്തുനിന്ന് ഞാൻ വിളിച്ചു പറയാം എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, രേവതിക്കുട്ടിയുടെ ആ നമ്പറും കാര്യങ്ങളൊക്കെ അലീന കൊടുക്കുകയാണ്. രേവതിക്കുട്ടി വിളിക്കാൻ ഒരുങ്ങുക. ഈ സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും കൃഷ്ണമോളി എന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ അച്ഛനും കൂടെ പോന്നോ? വൈകുന്നേരം ആരാ അവിടെ? അതെ, ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട്. അല്ല മോളല്ലേ 2 ദിവസം നിന്നേ, അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു. വൈജയന്തി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കിത് അച്ഛനും മോൾക്കും ഇത് എന്തിൻ്റെ കേടാ? അവളെ ഈ വീട്ടിലെ ജോലിക്കാരിയാ, അല്ലാതെ ഈ വീട്ടിലെ ആളല്ല. നിങ്ങളുടെയൊക്കെ മട്ടും ഭാഗം കണ്ടാൽ തോന്നൂലോ അവൾ ഈ വീട്ടിലെ ഒരു അംഗമാന്ന്. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ അവളെ ഈ വീട്ടിലെ അംഗമാക്കാൻ ശ്രമിക്കുവാണോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ നല്ല ദേഷ്യം വന്നു. പിന്നീട് വൈജയന്തി വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ബാലേന്ദ്രനാണല്ലോ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ഒക്കെ അവളോട്. ബാലേന്ദ്രന്റെ മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ബാലേന്ദ്രന്റെ മോളാവുന്ന. അല്ല കാണുന്നവർക്ക് അങ്ങനെ തോന്നുവേ. ഇത് കേട്ടതും ബാലേന്ദ്രന് ദേഷ്യം വന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എൻ്റെ മോളല്ല അവളെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ കൈതയ്ക്കൽ മാളിക വീട്ടില് കുഞ്ഞിരാമ മേനോന് 3 ആണും 1 പെണ്ണും ഉണ്ട്. അതിലാരുടെയെങ്കിലും ആവാതിരുന്നാൽ മതി. ഇത് കേട്ടതും മുഖത്തടിയേറ്റോലെ ഏപ്പേ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കാണ് ബാലേന്ദ്രൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പോഴേക്കും അങ്ങനെ തലയ്ക്കുന്ന രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ബാലേന്ദ്രൻ സാറല്ലേന്ന് ചോദിക്കുക. അതെ ഞാനേ രേവതിക്കുട്ടിയാ, അലീനയുടെ അനിയത്തി. ഓ മനസ്സിലായി, എറണാകുളത്തല്ലേ? അതെ. അല്ല എന്താ ഇപ്പം വിളിച്ചേ? അതെ ഞങ്ങൾ പാലായിൽ എത്തിയിട്ടുണ്ട്. പാലായിലോ? അതെ. അപ്പം എങ്ങനെയാ മോള് വന്നേ? തന്നെയാണോ വന്നേ? തനിച്ചല്ല വന്നത്, അങ്കിളും ആൻറ്റിയും ഉണ്ട്. ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്ങളും ഉണ്ട്. ആഹാ അത് കൊള്ളാലോ. പിന്നെ ഞാൻ വിളിച്ചതേ ഇന്ന് ഞാൻ അലീന ചേച്ചിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിന്നോളാന്ന് പറയാനായിട്ടാ. അല്ല എന്നിപ്പോൾ അവരോ? അല്ല അവർ റൂം എടുക്കാൻ പോയിട്ടുണ്ട്. അവരൊന്ന് റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ടാ. ഓ അങ്ങനെയാണ്. ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിയോട് ബാലേന്ദ്രൻ പറഞ്ഞു, ശരിക്കും നീ കണ്ടുപഠിക്കണം. കണ്ടില്ലേ അങ്ങ് എറണാകുളത്ത് കിടക്കുന്നവര് ഇവിടെ വന്നിരിക്കുന്നു. അവർക്ക് എന്താ ആവശ്യമാണെന്ന് അറിയത്തില്ല അലീനയെ നോക്കാനായിട്ട്. അവരുടെ വീട്ടിൽ ജോലിക്ക് എന്ന പെൺകുട്ടിയൊന്നും അല്ലല്ലോ, പക്ഷെ ആ വീട്ടിലെ ആൾക്കാർ വന്ന് അവളെ നോക്കാനായിട്ട് വന്നിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറയും, അവർക്ക് അതുകൊണ്ട് വല്ല ഗുണവും കാണുമായിരിക്കും. എന്ത് ഗുണം? അല്ല അവിടെ നിൽക്കുന്ന ആളൊക്കെ ഇവിടെ വരണമെങ്കിൽ അതിനുള്ള പ്രയോജനം അവർക്ക് കാണുമായിരിക്കും. ഇവള് 2-3 ദിവസം അവിടെ പോയല്ലേ നിന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു ബാലേന്ദ്രന്. ആ സമയം വൈജയന്തി പിന്നീട് വീണ്ടും പറഞ്ഞു, അല്ല കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിട്ടല്ലേ എറണാകുളത്ത് എന്ന് കഴിഞ്ഞപ്പം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ സമ്മാനം, കോടികൾ ആസ്തിയുള്ളവർക്ക് കൊടുക്കാമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല കൈതയ്ക്കൽ കുഞ്ഞിരാമ മേനോന് ആസ്തിയില്ലേ? നെടുമ്പൊരിക്കൽ ബാലേന്ദ്രനും അത്യാവശ്യം ഒരു ചെറിയ മുതലാളി തന്നെയാണ്, അത്യാവശ്യം ആസ്തിയൊക്കെ ഉണ്ട്. ഇത് കേട്ടതും വൈജയന്തിയുടെ മുഖം അങ്ങോട്ട് താണു. പിന്നീട് വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വൈജയന്തി പറഞ്ഞു, എന്നാലും ആ പാലാരി വെട്ടത്ത് കിടക്കുന്ന അയാൾക്കിത് എന്തിൻ്റെ സൂക്കടാന്ന് എനിക്കറിയത്തില്ല, ഇവിടെ വന്നിട്ട് അവളെ കാണാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ദേഷ്യമായി. കൃഷ്ണമോൾ പറഞ്ഞു, അമ്മേ ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാത്? അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെ തരം താഴ്ന്ന രീതി സംസാരിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ബാലേന്ദ്രന് വല്ലാത്തൊരു നോട്ടം നോക്കണം വൈജയന്തി ആകെപ്പാടെ നാണം കെട്ട് തല കുനിച്ചു പോയി. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വൈജയന്തി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.